പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ബാക്ക് ഏക്കിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സോ നടുവേദന എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഏജസ് തൊട്ട്, മിഡിലല്ല യങ് ഏജസ് തൊട്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര നടുവേദന പ്രശ്നങ്ങളാണ്. സോ യൂഷ്വലി ഈ നടുവേദന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാനുള്ള മെയിൻ കാരണം നമ്മുടെ പോസ്ചർ തന്നെയാണ്. ഇപ്പൊ ശരിക്കും സ്റ്റുഡൻസിന്റെ ഇടയിലും ഈ ഒരു ബാക്ക് ഏക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു പ്രശ്നമായിട്ട് വരികയാണ്. സോ ഇത് നമ്മൾ ഇരിക്കുന്ന പൊസിഷന്റെ പ്രശ്നം കാരണം ഇത് വരും. അതായത് നമ്മുടെ ലൈക്ക് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഇരിക്കുന്നത്, ലൈക്ക് നമ്മുടെ ഒരു എറക്റ്റ് പൊസിഷനിൽ ഇരിക്കണം. അതായത് നമ്മളിങ്ങനെ കൂഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ സോ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ നടു പ്രശ്നം വരും. പിന്നെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള സിറ്റിംഗ്, ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും ഈ നടുവേദന വരാം. സോ ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എന്തൊരു വസ്തു താഴേന്ന് എടുക്കണമെങ്കിലും നമ്മളൊന്ന് ലൈക്ക് ഇരുന്നിട്ട് അതെടുക്കുക, അല്ലാതെ ഒറ്റ അടിക്കത് എടുക്കാൻ ശ്രമിക്കരുത്. സോ ഒന്ന് സ്ലോ ആയിട്ട് ഇരിക്കുക, എന്നിട്ട് തറയിലുള്ള സംഭവം എടുക്കുക. ഇത് നമ്മുടെ നടുവിന് മാത്രമല്ല മുട്ടിനും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ 30 years ഓഫ് ഏജിലായിരിക്കും ഈ നടുവേദന അല്ലെങ്കിൽ എല്ല് സംബന്ധമായിട്ടുള്ള മിക്ക പ്രശ്നങ്ങളും വരുന്നത് ആഫ്റ്റർ 30 years ഓഫ് ഏജ്. അത് യൂഷ്വലി ഡീജനറേഷനാണ്, വയസ്സാകുന്നു എന്നതിൻ്റെ ഒരു സൈൻ. അതെല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. സോ നമ്മുടെ വെർട്ടിബ്ര എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിന്റെ ഒരു വെർട്ടിബ്ര, 2 വെർട്ടിബ്രയുടെ നടുക്ക് വെർട്ടിബ്രൽ കുഷൻ, ആ ഒരു കുഷനാണ് നമ്മുടെ വെർട്ടിബ്ര ഇങ്ങനെ ലൈക്ക് ആ ഒരു പൊസിഷനിലൊക്കെ നിർത്തിയിരിക്കുന്നത്. സോ പെട്ടെന്നുണ്ടാകുന്ന ഒരു സ്ട്രെയിനോ അല്ലെങ്കിൽ കൊളുത്തിപ്പിടുത്തലോ ഒക്കെ കാരണമായിരിക്കും ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള നടുവേദനകളൊക്കെ വരാറ്. സോ ഇതിന് മെയിൻലി നമ്മൾ പറയുന്നത് ഒരു മൈൽഡായിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസസ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബെൽറ്റ് യൂസ് ചെയ്യുന്നവർ ബെൽറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് സ്ട്രെയിൻ, പിന്നെ ഒരു സ്ഥലത്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഇത്ര മണിക്കൂർ ഇവിടത്ത് ഇരിക്കാതിരിക്കുക. കുറച്ച് സമയം ഇരുന്ന് നിങ്ങളുടെ കാര്യം ചെയ്യുക. ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 1 hour പോലും തികച്ചു ഒരു 1/2 hour ഇരിക്കുക. അത് കഴിഞ്ഞ് ഒരു 10 minute പോയി ഒന്ന് വാക്ക് ചെയ്തിട്ട് വന്ന് വീണ്ടും ഇരിക്കുക. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് കഴുത്ത് വേദന, നടുവേദന ഒക്കെ കോമൺ ആയിട്ട് വരും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ നമ്മളൊരു 10-12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം? നമ്മളെങ്ങനെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള വസ്തു ആണെങ്കിലും വലിച്ചെടുക്കൽ ജസ്റ്റ് അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കില്ല. ആ കൂടി ഇങ്ങനെ വെയിറ്റ് മൊത്തത്തിൽ അങ്ങ് ബെയർ ചെയ്ത് കൊണ്ടുവരാതെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ 2 പേരുടെ സപ്പോർട്ടിൽ കൊണ്ടുവരിക ചെയ്യുക. പിന്നെ അങ്ങനെ ഓൾമോസ്റ്റ് കുറെ കാര്യങ്ങൾക്ക് നമുക്കത് ലൈക്ക് നമ്മുടെ ജീവിതത്തിൽ അത് വരാതിരിക്കാനായിട്ട് നോക്കാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലൈക്ക് എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ പ്രഗ്നൻസിക്ക് ശേഷം ഒക്കെ ഒരുപാട് പേർക്ക് നടുവേദന വരാം. അതും നിങ്ങൾ പ്രഗ്നൻസി കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് ലൈക്ക് ഡോക്ടറിനോട് ചോദിച്ചിട്ട് നിങ്ങൾ കുറച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഹോമിയോപ്പതിയിൽ ബാക്ക് ഏക്കിന് നല്ല നല്ല ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. സോ ഒരിക്കലും എല്ലാവർക്കും ഒരേ മെഡിസിൻസ് അല്ല ഹോമിയോപ്പതിയിൽ കൊടുക്കുന്നത്. സോ ഡിഫറെന്റ് മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. അവരുടെ വേദന, എന്താണ് അവരുടെ പ്രശ്നം എന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാണ് മെഡിസിൻസ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നടുവേദന നിങ്ങൾ വെച്ചോണ്ടിരിക്കാതെ, അല്ലെങ്കിൽ പറയാന്ന് വെച്ചാൽ ഇതൊക്കെ എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്, എല്ല് തേയ്മാനം കാരണം വരുന്നതാണ്. സോ ഒരിക്കലും നമുക്ക് എല്ലിനെ തിരിച്ച് പഴയ കണ്ടീഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ വേദനയ്ക്ക് ഒരു ആശ്വാസം കൊണ്ടുവരാൻ നമ്മുടെ മെഡിസിൻസിന് പറ്റും. സോ ഹോമിയോപ്പതിയിൽ നല്ല നല്ല ചികിത്സകൾ അവൈലബിൾ ആണ്. സോ ഉടനടി തന്നെ നിങ്ങളുടെ ഹോമിയോപ്പതിക് ഡോക്ടറിനെ ചെന്ന് കാണുക, ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക. സോ ഒരു ചെറിയൊരു ബാക്ക് ഏക്ക് പോലും വെച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ്സിലേക്ക് പോവാം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സോ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ till then it's Med Talk with Dr. Aldieste signing off. Thank you.